നമസ്കാരം. നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ തെളിവുകൾ ശേഖരിക്കാൻ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചിരുന്ന ഐഫോണാണ് പിടിച്ചെടുത്തത്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് വിവരം. ബോബിയുടെ അറസ്റ്റ് കൊച്ചി സെൻട്രൽ പോലീസാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൊച്ചി പോലീസ് 7 മണിയോടെയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ബോബിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കസ്റ്റഡിയിലെടുത്ത് 7-ാം മണിക്കൂറിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടി ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയിൽ വ്യവസായി ബോബിക്കെതിരെ കൂടുതൽ വിവരങ്ങളുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിലെടുത്തിരിക്കുന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടോ എന്നതിൽ നിർണായകമാവുക ഈ രഹസ്യമൊഴിയായിരിക്കും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെയാണ് ഹണി റോസ് 2 മണിക്കൂറോളം രഹസ്യമൊഴി നൽകിയത്. ബോബിയെ ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. ഇതിനിടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ രജിസ്റ്റർ ചെയ്ത FIRലെ വിവരങ്ങളും പുറത്തു വന്നു. പരാതിക്കാരിയെ സമൂഹ മധ്യത്തിൽ അശ്ലീല ധ്വനിയോടെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും 2024 ഓഗസ്റ്റ് 7-ന് കണ്ണൂർ ആലക്കോടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിനിടെ ലൈംഗിക ഉദ്ദേശത്തോടെ പിടിച്ചു കറക്കുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തുവെന്നാണ് FIRലുള്ളത്. പിന്നീട് മറ്റൊരു ചടങ്ങിൽ പ്രതിയുടെ പെരുമാറ്റ ദൂഷ്യം മൂലം പങ്കെടുക്കാൻ വിസമ്മതിച്ച പരാതിക്കാരിക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ വീണ്ടും പരസ്യമായി ലൈംഗിക ധ്വനിയോടെ പരാമർശങ്ങൾ നടത്തിയെന്നും FIRലുണ്ട്. തുടർന്ന് സമാനമായ പരാമർശങ്ങൾ ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മീഡിയകൾ വഴി പ്രചരിപ്പിക്കുകയും പരാതിക്കാരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തുവെന്നും FIRലുണ്ട്. ഹണി റോസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കവെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ വെച്ച് കൊച്ചി പോലീസ് നാടകീയമായി കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രതിയുടെ വാഹനത്തിന് കുറുകെ പോലീസ് വാഹനം നിർത്തി വണ്ടിയിൽ നിന്ന് വിളിച്ചിറക്കിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. സ്വന്തം വാഹനത്തിൽ എത്താമെന്ന് പറഞ്ഞിട്ടും പോലീസ് സമ്മതം നൽകിയില്ല. അതേസമയം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു പ്രതികരണം. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയത്. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തൽ, അത്തരം പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. ബോബിയെ നാളെ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇന്ന് സ്റ്റേഷനിൽ തുടരും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള അനുമതി പോലീസ് തേടിയേക്കും. ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയേക്കുമെന്നാണ് വിവരം. വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. എറണാകുളം സെൻട്രൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. മേപ്പാടിയിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് വയനാട് SP തബോഷ് ബസ്മദാരി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് കൊച്ചിയിലെത്തിക്കുകയായിരുന്നു. വയനാട്ടിലെ ഫാം ഹൗസിൽ നിന്ന് കാറിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് കാത്തിരുന്ന പോലീസ് സംഘം കാർ വളഞ്ഞ് ബോബിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് തടയാനായിരുന്നു പോലീസിന്റെ ഈ അതിവേഗ നീക്കം. ഫാം ഹൗസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ പിന്നീട് AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലെത്തിയത്. ബോബിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് മാധ്യമപ്രവർത്തകരും ജനങ്ങളും സ്റ്റേഷന് സമീപത്തുണ്ടായിരുന്നു. തുടർന്ന് തിരക്കിനിടയിലൂടെ പോലീസ് പ്രതിയെ പുറത്തിറക്കി സ്റ്റേഷനിലകത്തേക്ക് കൊണ്ടുപോയി. ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പ്, IT ആക്ടിലെ 67-ാം വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ താൻ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് നേരിട്ട ദ്വയാർത്ഥം കലർന്ന ലൈംഗിക അധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും അടക്കമുള്ളവ വ്യക്തമാക്കിയാണ് ഹണി റോസ് പോലീസിന് പരാതി നൽകിയത്. കണ്ണൂർ ആലക്കോട് ബോബിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളടക്കം ഹണി റോസ് പരാതിയിൽ വിശദമായി പ്രതിപാദിച്ചിരുന്നു.